ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് മുന്നിൽ ആലപിക്കുന്നു ശ്രീ ബാബു കായംകുളം. ലെറ്റ്സ് വെൽക്കം ബാബു ഓൺ സ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയൊക്കെ എത്തിച്ചേരും എന്നറിയില്ല. ദൈവത്തിന് വിട്ടിട്ട് പാടുകയാണ്. ദൈവത്തിന് അർപ്പിച്ചിട്ടുണ്ട്. നാദശരീരാ പരാ വേദവിഹാരാ ജീവേശ്വരാ ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരാ ജീവേശ്വരാ ശങ്കരാ. മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണവും ജീവനേ രാഗമേ നീതനേ പ്രാണമേ ഗാനമണി മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി నాదోపాసన చేసిన వాడను నీ వాడను నేనైతే నాదోపాసన చేసిన వాడను నీ వాడను నేనైతే అభిప్రత రహిత కంకరా నీల కంకరా మీరు కవీన నిగాలిని అవతరించర నిధరించర శంకరా నాదశరీరా వేద విహారా జీవేశ్వరా శంకరా. మెరిసే మురుకులు మురిచి తటముల చిరిచిరి ఊమరు కావు మురినే విరుములు సరి సరి నటనల సిరిసిరి నవ్వులు కావు మెరిసే మురుకులు మురిచి తటముల చిరిచిరి ఊమరు కావు మురినే విరుములు సరి సరి నటనల సిరిసిరి నవ్వులు కావు అవసాన చిరచూడంగా సుధారిన శివగంగా అనవసాన శివసూగంగా అనసుధారణ శివగంగా ఆధారణ హరిలో మునుగంగా ఆనంద వృష్టినై నడవ శంకరా శరీరా పరా వేద విహారా జీవేశ్వరా శంకరా శంకరా శంకరా. థ్యాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ. താങ്ക് യു ബാബു. അടുത്തതായി നമ്മുടെ
പ്രത്യാശ ഫൗണ്ടേഷൻ്റെ ബാരിയർ ഫ്രീ ഇന്ത്യയുടെ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മമാണ്. അതിനു മുൻപ് പ്രത്യാശ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ സൈമൺ ജോർജിനെ കുറിച്ച്. യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ കോളേജ് ക്യാമ്പസിൻ്റെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ സൈമൺ ജോർജ്. സന്തോഷത്തിൻ്റെ ആ നാളുകളിൽ പനിയുടെ രൂപത്തിൽ തന്നിലേക്ക് വന്നു കയറിയ വിധി ഭീകരരൂപം കൊണ്ടപ്പോൾ ഒരു വീൽ ചെയറിൽ വീടിൻ്റെ ഒരു കോണിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. തന്നിലേക്ക് വന്ന വിധിയുടെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തളർന്നില്ല. സ്വന്തം വിധിയിൽ കുരുങ്ങി കണ്ണീരിൽ മങ്ങിപ്പോകേണ്ടിയിരുന്ന ജന്മം. തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സാധ്യമാക്കണമെന്ന ആഗ്രഹം, ആ ഇച്ഛാശക്തിയാണ് ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ മുൻപിലെത്തിച്ചത്. ശ്രീ സൈമൺ ജോർജിനെ പോലെ വിഭിന്നശേഷിയുള്ള ലക്ഷങ്ങൾക്ക് പ്രത്യാശയുടെ തിരുനാളമായി, അവർക്ക് ആവേശമായി അദ്ദേഹം ഇന്നും നിൽക്കുന്നു. സാധാരണ മനുഷ്യരുടെ സുഖങ്ങളും വിഭിന്നശേഷിയുള്ളവരുടെ വിഷമങ്ങളും അറിഞ്ഞ അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിൽ നിന്നും ആർജിച്ച ഇച്ഛാശക്തിയാണ് പ്രത്യാശ ഫൗണ്ടേഷൻ എന്ന ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും. ഇന്ത്യയെ ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി രാജ്യമാക്കാൻ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് ശ്രീ സൈമൺ ജോർജ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വിഭിന്നശേഷിയുള്ളവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നടത്തുന്ന ബോധവൽക്കരണ ഡോക്യുമെൻ്ററിയാണ്. ഇതൊരു പൈലറ്റ് ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിപ്പ്യാർഡ് GM ശ്രീ MD വർഗീസ് സർ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. ബാരിയർ ഫ്രീ ഇന്ത്യയുടെ നമ്മുടെ ഈ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മമാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിപ്പ്യാർഡ് GM ശ്രീ MD വർഗീസ് സർ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. സുഹൃത്തുക്കളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനിവിടെ ഈ വേദിയിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ നഗരത്തിൽ എന്ത് നല്ലത് സംഭവിക്കുന്നുണ്ടോ അതിനെല്ലാം സാക്ഷ്യം വഹിക്കണമെന്നുള്ള ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്തു കൂടിയാണ് ഒരുപക്ഷെ ഷിപ്പ്യാർഡിനെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഷിപ്പ്യാർഡും സൈമണുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. സൈമണിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഷിപ്പ്യാർഡിൻ്റെ കരങ്ങളുണ്ട്, സഹായങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ സുദിനം എന്ന് തന്നെ പറയാം, ഭിന്നശേഷിയുള്ളവരുടെ ദിവസമാണിന്ന്. ഈ ദിവസത്തിൽ തന്നെ ഇത്രയും മഹത്തമായിട്ടുള്ളൊരു സംഭവം ഇവിടെ അരങ്ങേറുന്നത് വളരെയധികം നമുക്ക് ഏവർക്കും അഭിമാനകരവും അതുപോലെ തന്നെ സന്തോഷം നൽകുന്നതുമാണ്. സന്തോഷമുണ്ട്. ഈ കർമ്മം ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഷിപ്പ്യാർഡിൻ്റെ തുടർന്നുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും ഇവരുടെ നല്ല കാര്യങ്ങളുണ്ട്, സഹായമുണ്ടെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ ബാരിയർ ഫ്രീ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ നടത്തുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. Okay, thank you, sir. Thank you so much. ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ 40 ലക്ഷത്തിലധികം വിഭിന്നശേഷിയുള്ളവർ ഉണ്ടെന്നാണ്. ഇന്ത്യയൊട്ടുക്കെടുക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഇതര വിഭാഗങ്ങളെ പോലെ അത്യാവശ്യത്തിനും ആവശ്യങ്ങൾക്കും സഞ്ചാരം ഇവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സഞ്ചാരം എന്ന് പറയുമ്പോൾ തടസ്സങ്ങളില്ലാത്ത സഞ്ചാരം, എ ബാരിയർ ഫ്രീ ഇന്ത്യ, വാക്കുകൾ തന്നെ ഊർജം പകരുന്നു. അപ്പോൾ പ്രാബല്യത്തിലായാലോ? മറൈൻ ഡ്രൈവിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ
ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. ഈ ഫ്ലൈ ഓവർ കാണുന്നതിനും ഇവിടെ നിന്ന് ഭംഗി ആസ്വദിക്കുന്നതിനും നിരവധി പേർ ഇവിടെ ഈ മറൈൻ ഡ്രൈവിൽ വന്ന് വരാറുണ്ട്. തികച്ചും ഇവിടെ ഒരു വീൽ ചെയർ ലിഫ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തിക്കും നമ്മളെ പോലെ തന്നെ ഇതിൻ്റെ മേലിൽ വന്നുകൊണ്ട് ഈ മറൈൻ ഡ്രൈവിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. വീൽ ചെയർ ലിഫ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്താൽ ഇതുപോലെയുള്ള ഒരു വീൽ ചെയറിൽ വരുന്ന ഒരു വ്യക്തി മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലിഫ്റ്റുകൾ സഹായിക്കുന്നതാണ്. സോ ഇവിടെ ഒരു വീൽ ചെയർ ലിഫ്റ്റ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മറൈൻ ഡ്രൈവാണിത്. ഈ സ്ഥലത്തേക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഒട്ടനവധി പേർ വിനോദസഞ്ചാരത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളുടെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മളുടെ സാധാരണക്കാരെ കൂടാതെ തന്നെ വിഭിന്ന ശേഷിയുള്ള വ്യക്തികൾ കൂടി ഈ മറൈൻ ഡ്രൈവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരാറുണ്ട്. വിഭിന്ന ശേഷിയുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവർ, പല ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികളും മറൈൻ ഡ്രൈവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ വരാറുണ്ട്. പക്ഷേ പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും അവർക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ പല സ്ഥലത്തു നിന്നും വരുന്ന വ്യക്തികൾ തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ് ഇവിടെ മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. കാരണം അവർക്കിവിടെ കടക്കുന്നതിനുള്ളൊരു ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് വരുന്നതിനുള്ള പല സജ്ജീകരണങ്ങളും ഇവിടെ ഇല്ലാത്തത് നിമിത്തമാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളുടെ കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും അല്ലാതെ തന്നെ വളരെ ദൂരെ നിന്നും യാത്ര ചെയ്ത് ഇതിൻ്റെ ഭംഗി നമ്മളെപ്പോലുള്ള വ്യക്തികൾ ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും ദൂരെ നിന്നും സഞ്ചരിച്ച് ഇവിടെ എത്തുന്നത്. പക്ഷേ ചെറിയ ചെറിയ കാരണങ്ങൾ നിമിത്തം അവർക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയാത്തത് നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഈ ബോട്ടിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ജെട്ടിയിൽ വന്നാൽ കാണാൻ സാധിക്കുന്നത് ബോട്ടുകൾ ഇങ്ങനെ കെട്ടിയിടുന്നതിന് ശേഷം കുറച്ച് അകലത്തിലേക്ക് മാറിയിട്ടാണ് അതിൻ്റെ ഡോറുള്ളത്. പല സഞ്ചാരികളും ഇതിലേക്ക് കടക്കുന്നത് അതുവഴി ആ സൈഡിൽ കൂടി നടന്നാണ്. ഇത് പലതരത്തിലുള്ള അപകടത്തിനും കാരണമാക്കുന്നുണ്ട്. മാത്രമല്ല റാം വിട്ടാൽ പോലും ഇതിനുള്ളിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിൻ്റെ സ്പേസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളുടെ ബസ്സിലുള്ള പോലെ തന്നെ ഇതിലും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും സിസ്റ്റം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലും വ്യക്തികൾക്ക് കയറി ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറൈൻ ഡ്രൈവ് ആസ്വദിക്കാൻ വേണ്ടി വീൽ ചെയറിൽ വന്ന വ്യക്തി കയറുന്നതും ഇറങ്ങുന്നതുമായ രംഗമാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. അദ്ദേഹത്തിന് വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കയറുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ സഹായത്തെ ആശ്രയിക്കേണ്ടി വന്നു. ഇവിടെ ഇറങ്ങുന്നതിന് വേണ്ടി ഈ ഒരു റാമ്പ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കയറുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കേണ്ടി വന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകതയാണ്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്ലോപ്പിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ ഇറങ്ങിയ അതേ അവസ്ഥയിൽ തന്നെ മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് കയറാൻ കൂടി സാധിക്കുമായിരുന്നു. റോഡിലൂടെ യാത്ര ചെയ്യേണ്ടവർക്ക് ബസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാർഗമാണ്. വീൽ ചെയറിൽ വരുന്നവർക്ക് നമ്മളുടെ രാജ്യത്തെ ബസ്സുകളിൽ കയറിപ്പറ്റാനോ യാത്ര ചെയ്യാനോ ഒന്നിലധികം വ്യക്തികളുടെ സഹായം ആവശ്യമാണ്. വികസിത രാഷ്ട്രങ്ങളിൽ പല വാഹനങ്ങൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലോ ഫ്ലോർ ബസ്സുകളുടെ കാര്യം തന്നെ എടുക്കാം. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. വീൽ ചെയറിൽ വരുന്ന വ്യക്തിയെ പരസഹായം കൂടാതെ ലോ ഫ്ലോർ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതിന് ഡ്രൈവർക്ക് തന്നെ ബസ് ആവശ്യാനുസരണം റോഡിലേക്ക് ചരിക്കാനുള്ള സംവിധാനം ഇത്തരത്തിലുള്ള ബസ്സിലുണ്ട്. പരസഹായം കൂടാതെ വീൽ ചെയർ യാത്രക്കാരന് ബസ്സിൽ കയറാനും യാത്ര ചെയ്ത് തിരിച്ചിറങ്ങാനും സാധിക്കുന്നു. എന്നാൽ നമ്മളുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ നോക്കൂ. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റോഡിന് മാച്ച് ആണോ, അല്ലെങ്കിൽ നമ്മൾ റോഡിന് മാച്ച് ആവുന്ന തരത്തിലുള്ള എന്ത് ഫെസിലിറ്റീസ് ആണ് നമ്മൾ വരുത്തേണ്ടത്? ബസ് സ്റ്റോപ്പിൽ ഇതിന് സമാനമായ പൊക്കോളത്തിലുള്ള ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റോഡിൻ്റെ ഫെസിലിറ്റി മോശമാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ റോഡിൻ്റെ മോശമല്ല, ബസ് സ്റ്റോപ്പിൽ ഇതിൻ്റെ ഒപ്പം ഉള്ള ആണെങ്കിൽ വീൽ ചെയർ സുഖമായിട്ട് കയറി പോരാൻ പറ്റും. അതല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വിദേശമായിട്ട് നോക്കുമ്പോൾ ഇവിടെ അതില്ല, ആ ഫെസിലിറ്റി നമുക്കില്ല. ആ ഒരു ബുദ്ധിമുട്ടാക്കി ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിരത്തിലോടുന്ന ലോ ഫ്ലോർ ബസ്സാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. ആ ബസ്സിലുള്ള ആധുനിക ടെക്നിക്കൽ എല്ലാം തന്നെയും ഒരു വീൽ ചെയറിൽ വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പിക്ചറാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. വീൽ ചെയറിൽ വരുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഈ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസേബിൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ പോകുന്നതിനുള്ള പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്.
കാഴ്ചശക്തിയില്ലാത്തവർ ഏറെയുള്ള നമ്മുടെ ഭാരതത്തിലും ഇത്തരക്കാർക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഡിസേബിളിന് വേണ്ടിയുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യം വേണമെന്ന് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക കെട്ടുറപ്പിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിനെ ഒരു ബാരിയർ ഫ്രീ ഇന്ത്യ ആക്കാൻ കൂട്ടായി പ്രവർത്തിക്കാം. ഒപ്പം അധികാരികളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ശ്രദ്ധയും ക്ഷണിക്കാം. വികസിത രാജ്യങ്ങളിലെ വിവിധ സാങ്കേതിക വിദ്യകളിൽ ഒന്നിനെ കുറിച്ച് ലോക മലയാളി കൗൺസിലിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനും ജർമ്മൻ നിവാസിയുമായ ശ്രീ ജോളി തടത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. വിഭിന്നശേഷിയുള്ള ജനങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾ നിരവധിയാണ്. വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ അവർ സ്വന്തമായി യാത്ര ചെയ്യുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വിഭിന്നശേഷിയുള്ള ജനങ്ങൾ പരസ്പര അന്യരുടെ സഹായം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ ലിഫ്റ്റ് പിടിപ്പിച്ച വാഹനങ്ങൾ വിഭിന്നശേഷിയുള്ള ജനങ്ങളുടെ യാത്രാ ക്ലേശങ്ങൾ വളരെയധികം ലഘൂകരിക്കുന്നതാണ്. നമ്മളുടെ ആശുപത്രികളും അതുപോലുള്ള സ്ഥാപനങ്ങളും അവരുടെ വാഹനങ്ങളിൽ ഇതുപോലുള്ള ലിഫ്റ്റുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ വിഭിന്നശേഷിയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വയമായി യാത്ര ചെയ്യുന്നതിനും പരസഹായം കൂടാതെ ജീവിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ മുൻകൈയെടുക്കണം. താങ്ക് യു. അടുത്തതായി ചടുലമായ താളങ്ങൾക്കൊപ്പം നൃത്തച്ചുവടുകളുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നു നൃത്യഹസ്ത ഡാൻസ് കമ്പനി കൊച്ചിൻ. ലെറ്റ്സ് വെൽക്കം, ലെറ്റ്സ് എൻജോയ് ദ ഐ കാച്ചിങ് ഡാൻസ് പെർഫോമൻസ്. इश्कुम यारा अस्सलामे इश्कुम यारा अस्सलामे
इश्कुम अस्सलामे इश्कुम यारा अस्सलामे इश्कुम अस्सलामे इश्कुम यारा अस्सलामे इश्कुम ओ मेरी अदाएं तीर है हाँ मेरी अदाएं तीर है मेरी अदाएं तीर है मेरे यार निशाना तुम अस्सलामे इश्कुम यारा अस्सलामे इश्कुम अस्सलामे इश्कुम यारा अस्सलामे इश्कुम सलामती है मांगती तुझसे नजर ओ नाज़नी सलाम से नाकाम से दिल की कई बातें बनी अस्सलामे इश्कुम यारा अस्सलामे इश्कुम अस्सलामे इश्कुम यारा अस्सलामे इश्कुम सलामती है मांगती तुझसे नजर ओ नाज़नी सलाम से नाकाम से दिल की कई बातें बनी अस्सलामे इश्कुम यारा अस्सलामे इश्कुम 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 Thank you so much. Praveen, 1 minute. Praveen, please. ശ്രീ പ്രവീൺ സോഫിയ ജോയുടെ ഡാൻസ് മാസ്റ്ററാണ് പ്രവീൺ. ഓക്കെ, ഗിവ് എ ബിഗ് അപ്ലോസ്. താങ്ക് യു. ഓക്കെ പ്രവീൺ, എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? സോഫിയ 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചത്. താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രത്യാശ ഫൗണ്ടേഷൻ്റെ ബാരിയർ ഫ്രീ ഇന്ത്യ എന്ന ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെഡിമിക്സ് ആൻഡ് മിനി മുത്തൂറ്റ്. താങ്ക് യു. അടുത്തതായി മനോഹരമായൊരു ഗാനമാണ് പ്രണയം എന്ന ചിത്രത്തിലെ പാട്ടിൽ ഈ പാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു ശ്രുതി. ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രുതി. കം ഓൺ.